ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ലാലേട്ടൻ്റെ സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ആദ്യം 2 ഏത്തപ്പഴം എടുക്കുക. തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. അതിനുശേഷം പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിച്ചിട്ട് ഈ സെറ്റാക്കി വെച്ചിരിക്കുന്ന പഴം എല്ലാം കൂടി അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഫ്രൈ ആയതിന് ശേഷം കുറച്ച് ശർക്കര എടുത്ത് ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് അധികം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര എല്ലാം നല്ല മെൽറ്റായിട്ട് വന്ന ശേഷം കുറച്ച് തേങ്ങയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഗൈസ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കെടുത്ത് കഴിക്കാൻ തോന്നും, പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ശർക്കരയും നെയ്യും തേങ്ങയും എല്ലാം കൂടി ചേർന്ന് എനിക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ മെയിൻ ഐറ്റമാണ് ഐസ്ക്രീം. ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. വേറെ ഫ്ലേവേർഡായിട്ട് എടുക്കുന്നതിനേക്കാളും ബെറ്റർ വാനില ആണ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഐസ്ക്രീം ഒന്ന് മേലേക്ക് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, കഴിക്കുക. അടിപൊളി ഐറ്റമാണ്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക്